നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾക്ക് കാര്യക്ഷമമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. ആലുവ മുട്ടത്തെ SCMSൽ സംഘടിപ്പിച്ച മെഗാ പ്ലേസ്മെന്റ് ഡ്രൈവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓണത്തിന് ഒരു മുറം ചെണ്ടുമല്ലി എന്ന ലക്ഷ്യവുമായി കുറ്റിപ്പുഴ ബദാം നഗർ നിവാസികൾ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കുറ്റിപ്പുഴ പള്ളി വികാരി റവറൻ ഫാദർ ജോഷി വേഴപ്പറമ്പിൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണം വിപണന പ്രദർശനമേള സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 9 മുതൽ 14 വരെ അത്താണി അമല തിയേറ്ററിന് സമീപം സംഘടിപ്പിക്കുന്ന മേള മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. യുവജനങ്ങൾക്ക് കാര്യക്ഷമമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. ആലുവ മുട്ടത്തെ SCMSൽ സംഘടിപ്പിച്ച മെഗാ പ്ലേസ്മെന്റ് ഡ്രൈവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ അസാപ് കേരളയുടെ ആഭിമുഖ്യത്തിൽ IBM ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ആസ്പയർ മെഗാ പ്ലേസ്മെന്റ് ഡ്രൈവാണ് എറണാകുളത്തെ മുട്ടത്തെ സ്കൂൾ ഓഫ് ടെക്നോളജിയിൽ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അഭിമാന സംവിധാനമാണ് അസാപ് കേരള അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള എന്ന സ്കിൽ എൻഹാൻസ്മെൻറ്റിനും തൊഴിലുൽപാദനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുമായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള സംവിധാനം. ഏറ്റവും ആധുനികമായിട്ടുള്ള വൈജ്ഞാനിക മേഖലകളിൽ കൃത്യമായിട്ടുള്ള ദിശാബോധം പകർന്നുകൊണ്ടുള്ള ട്രെയിനിങ് നൽകുകയും ആ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു നൽകുകയും ചെയ്യുക എന്ന അസാപ്പിൻ്റെ ചുമതല വളരെ തൃപ്തികരമായ നിലയിലാണ് അസാപ്പ് നിർവഹിച്ചു വരുന്നത്. കേരളത്തെ ഒരു പുതിയ നോളജ് സൊസൈറ്റിയായിട്ട് രൂപീകരിച്ചെടുക്കുന്നതിനു വേണ്ടി സർക്കാരും സമൂഹവും കൈകോർത്ത് പിടിച്ച് നിരവധിയായ പദ്ധതികളിലൂടെ പ്രവർത്തിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ മുന്നിൽ നിന്ന് കൃത്യനിർവഹണം നടത്തുക എന്നുള്ള ചുമതല ഏറ്റവും ഭംഗിയായി നിറവേറ്റുന്ന ഒരു സ്ഥാപനമാണ് അസാപ്പ്. ലോകപ്രശസ്തങ്ങളായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഫേംസുമായി നല്ല രീതിയിൽ ആശയവിനിമയം ചെയ്തുകൊണ്ട് അവരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രശസ്തങ്ങളായിട്ടുള്ള ഫേമുകളിൽ ഏറ്റവും അന്തസ്സുറ്റ തൊഴിലവസരങ്ങളിലേക്ക് പോകാൻ സാധ്യത സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അഭിനന്ദനീയമായ ഒരു കാര്യമാണ്. ബഹുമാനിയായ ശ്രീമതി ഉഷ ടൈറ്റസിനെയും അവരുടെ ടീമിനെയും അസാപ് കേരള എന്ന സ്ഥാപനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി ഞാൻ ഈ സന്ദർഭത്തിൽ നിറഞ്ഞ ഹൃദയത്തോടെ അഭിനന്ദിക്കുകയാണ്. അൻവർ സാദത്ത് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസാപ് കേരള ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഉഷ ടൈറ്റസ് അസാപ് കേരളയുടെ വിവിധങ്ങളായ സംരംഭങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ചടങ്ങിൽ ചൂർണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രാജി സന്തോഷ്, അസാപ് കേരളം അസോസിയേറ്റ് ഡയറക്ടർ ടിയാര സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തിന് ഒരു മുറം ചെണ്ടുമല്ലി എന്ന ലക്ഷ്യവുമായി കുറ്റിപ്പുഴ ബദാം നഗർ നിവാസികൾ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കുറ്റിപ്പുഴ പള്ളി വികാരി റവറൻ ഫാദർ ജോഷി വേഴപ്പറമ്പിൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് ഒരു മുറം ചെണ്ടുമല്ലി എന്ന ലക്ഷ്യവുമായാണ് കുറ്റിപ്പുഴ ബദാം നഗർ നിവാസികൾ ഒത്തുചേർന്ന് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. കുന്നുകര കൃഷിഭവനിൽ നിന്നും മിതമായ നിരക്കിൽ ലഭിച്ച 500ഓളം തൈകളാണ് വിവിധ സ്ഥലങ്ങളിലായി ഇവർ നട്ട് പരിപാലിച്ചത്. ഒരു കൂട്ടം കുട്ടി കർഷകർ ചെടി പരിപാലനത്തിന് ഒപ്പം കൂടിയതോടെ കൃഷി കൂടുതൽ മികവുറ്റതായി. ചെടികൾ നന്നായി പൂത്തുലഞ്ഞതോടെ അത്തം നാളിൽ വിളവെടുപ്പ് നടന്നു. കുറ്റിപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി റവറൻ ഫാദർ ജോഷി വേഴപ്പറമ്പിൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാകണം. പണ്ടൊക്കെ ഏതൊരു വീട്ടിൽ ചെന്നാലും അമ്മമാരുടെ കുട്ടികളുടെ ഒരു പ്രത്യേക നേച്ചറായിരുന്നു ഒരു തോട്ടം ഉണ്ടാകാന്നുള്ളത്, ചെടിത്തോട്ടം. പക്ഷെ ഇന്ന് നമ്മുടെ വീടുകളിൽ കടന്നു ചെന്നാൽ ചെടിത്തോട്ടം നമുക്ക് അന്യമാവുകയാണ്. അതോടൊപ്പം തന്നെ പച്ചക്കറി കൂടി പ്രോത്സാഹിപ്പിക്കേണ്ട കാലമാണ്. ഓണം വരുമ്പോഴും മറ്റേത് ആഘോഷം വരുമ്പോഴും നമ്മൾ തമിഴ്നാടിനെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ ആശ്രയിക്കുന്ന കാലഘട്ടത്തിൽ ഇന്നത്തെ നമ്മുടെ രോഗങ്ങളുടെ അതിപ്രധാനപ്പെട്ട കാരണം നമ്മൾ മരുന്നടിച്ച വിഷം കലർത്തിയ പച്ചക്കറികൾ കഴിക്കുന്നതാണ്. എന്തുകൊണ്ട് നമുക്ക് തിരിച്ച് ചിന്തിച്ചുകൂടാ?
എൻ്റെ വീട്ടിലിന് ആവശ്യമുള്ളത് എൻ്റെ അടുക്കളത്തോട്ടം ആ ഒരു സങ്കല്പമൊക്കെ കുറേ നാളുകൾക്ക് മുമ്പ് ഗവൺമെൻറ്റും പല സംഘടനകളൊക്കെ പ്രൊമോട്ട് ചെയ്തതാണ്, പ്രോത്സാഹിപ്പിച്ചതാണ്. പക്ഷെ വീണ്ടും ഇപ്പോൾ അത് അധികം അവർക്ക് കേൾക്കുന്നില്ല. ഈ ചെണ്ടുമല്ലി കൃഷിയോടൊപ്പം തന്നെ ഈ ഒരു പച്ചക്കറി പോലും വളർത്തി എൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ കോഴി വളർത്തുന്നുണ്ട്, നമ്മൾ പഞ്ചായത്ത് അതിനൊക്കെയുള്ള സ്കീമുകളൊക്കെ ഉണ്ട്, ആട് വളർത്താൻ സ്കീമുകളുണ്ട്. ഒപ്പം പച്ചക്കറി കൂടി വളർത്തി നമ്മളൊരു സെൽഫ് സഫിഷ്യൻറ്റ് സ്വയം പര്യാപ്തതയിലേക്ക് വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. തീർച്ചയായും ഷിബിയുടെയും അംഗൻവാടി ടീച്ചറിൻ്റെയും ബൈജുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ സംരംഭത്തെ അഭിനന്ദിക്കുന്നു, എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ പറിച്ച് പൂക്കളമിടുന്ന ഒരു ഓണം ഈ വർഷം നമുക്ക് ആഘോഷിക്കാൻ സാധിക്കട്ടെ. ഇത് നല്ലൊരു ദിവസമാണ്, അത്തമാണെന്ന്. അത്തം തൊട്ട് പൂക്കളമിടൽ ആരംഭിച്ചു നമ്മളൊക്കെ. അപ്പോൾ ഇന്ന് ഈ ചെണ്ടുമല്ലി തോട്ടം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടെ, പൂവറച്ച് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അത്തക്കള്ളം കൂടി വിരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മുൻകൂട്ടി എല്ലാവർക്കും ഓണാശംസ നേർന്ന് ഇന്നത്തെ ഈ ചെണ്ടുമല്ലി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. കുന്നുകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം.എ. അബ്ദുൽ ജബ്ബാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൂക്കൾ എന്ന് പറഞ്ഞത് നമ്മൾ പൂക്കൾ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അത് ഒരുമിച്ച് ഒരു സ്ഥലത്ത് പലവിധ വർണ്ണങ്ങളിൽ പല നിറങ്ങളിലൊക്കെ പൂക്കളുണ്ടായി കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ചില്ലറയല്ല. അതിൽ വരുന്ന പാറിപ്പറക്കുന്ന ഓണത്തുമ്പികളും അതുപോലെ തന്നെ ചിത്രശലഭങ്ങളും ഒക്കെ പാറിപ്പറക്കുന്നത് കാണാൻ തന്നെ വലിയൊരു കൗതുകമാണ്. ഏതായാലും കുന്നുകര ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കൃഷിഭവൻ വഴി കുന്നുകര ഗ്രാമപഞ്ചായത്തിൽ വിവിധ വാർഡുകളിൽ എല്ലാ വാർഡുകളിലേക്കും ഇതുപോലുള്ള ഇതിനെന്താ പറയുക ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്യുകയുണ്ടായി. വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വയൽക്കരയിൽ ഇപ്പോൾ ഒക്കെ വലിയ വാർത്ത വന്നു, ന്യൂസ് ചാനലുകളിലൊക്കെ വലിയ വാർത്ത വന്നു. വയൽക്കരയിൽ നല്ല രീതിയിൽ തന്നെ ഏക്കർ കണക്കിന് ചെണ്ടുമല്ലി കൃഷി ചെയ്തു പലവിധ വർണ്ണങ്ങളിൽ, അതുപോലെ തന്നെ പല വാർഡുകളിലും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി പരിശ്രമിച്ച ഇതിൽ നിന്ന് വലിയ വരുമാനം നോക്കിയിട്ടല്ല പരിശ്രമിച്ചേക്കും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും ഒരു ആത്മസംതൃപ്തിയും അതാണ് ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ട്. സ്ഥിരം സമിതി ചെയർമാൻ ഷിബി പുതുശ്ശേരി സ്വാഗതം പറഞ്ഞു. കൃഷി ഓഫീസർ സാബിറ ബീവി, കൃഷി അസിസ്റ്റന്മാരായ സിജി, സോബി, അംഗൻവാടി ടീച്ചർ ഗിരിജ, എം.എസ്. ബൈജു തുടങ്ങിയവരും നേതൃത്വം നൽകി. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണം വിപണന പ്രദർശനമേള സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 9 മുതൽ 14 വരെ അത്താണി അമല തിയേറ്ററിന് സമീപം സംഘടിപ്പിക്കുന്ന മേള മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 9 മുതൽ 14 വരെയാണ് അത്താണി അമല തിയേറ്ററിന് സമീപം ഓണം വിപണന പ്രദർശനമേള സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 9 തിങ്കളാഴ്ച വൈകിട്ട് 5-ന് മന്ത്രി പി രാജീവ് മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. പ്രതീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. അൻവർ സാദത്ത് എം.എൽ.എ. മുഖ്യാതിഥിയാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ മന്ത്രി കെ രാജൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, റോജി എം. ജോൺ എം.എൽ.എ., ബെന്നി ബെഹനാൻ എം.പി., ഹൈബി ഈഡൻ എം.പി., ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തടൻ, ബാബു കോർപ്പറേഷൻ ചെയർമാൻ ടി.കെ. മോഹനൻ, യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ്. സതീഷ്, എഫ്.ഐ.ടി. ചെയർമാൻ ആർ. അനിൽകുമാർ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ തുടങ്ങിയവരും രാഷ്ട്രീയ സാമൂഹ്യ കലാരംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. വിവിധ കലാരൂപങ്ങളും മേളയിൽ അരങ്ങേറും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. പ്രതീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ ഓണത്തോടനുബന്ധിച്ച് ഓണം വിപണന പ്രദർശനമേള സംഘടിപ്പിക്കുകയാണ്. ഓർമ്മിക്കാനൊരു ഓണം എന്ന പേരിലാണ് മേള സംഘടിപ്പിക്കുന്നത്. തദ്ദേശീയമായ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളും പരമ്പരാഗത തൊഴിൽ മേഖലയിലെ ഉൽപ്പന്നങ്ങളുമാണ് പ്രധാനമായും മേളയിൽ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി എത്തുന്നത്. അതുകൂടാതെ നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന തരത്തിലുള്ള കലാ സാംസ്കാരിക പരിപാടികളും മേളയുടെ ഭാഗമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 9 മുതൽ 14 വരെ നടക്കുന്ന മേള 9-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ബഹുമാനായ കേരളത്തിൻ്റെ നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. ബഹുമാനായ ആലുവ എം.എൽ.എ. ശ്രീ അൻവർ സാദത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. അംഗനവാടി പ്രവർത്തകരുടെ സംഗമം പിറ്റേ ദിവസം നടക്കുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ട്. യുവജന സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനപ്രതിനിധി സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ട്. 14-ാം തീയതിയാണ് സമാപന സമ്മേളനം. ഇതിൽ ജനപ്രതിനിധി സംഗമം 12-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ബഹുമാനായ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. അതിൽ ഹൈബി ഈഡൻ എം.പി. മുഖ്യാതിഥിയാവും.
സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിൻ്റെ ആരാധ്യനായ പ്രതിപക്ഷ നേതാവാണ് ബഹുമാനായ ശ്രീ VD സതീശൻ. ആ പരിപാടി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ FITയുടെ ചെയർമാൻ ശ്രീ R അനിൽകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. അംഗനവാടി പ്രവർത്തകരുടെ സംഗമം അവരുടെ കലാപ്രകടനങ്ങൾ കൂടി നടത്തിക്കൊണ്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് റോജി M. ജോൺ MLA ഉദ്ഘാടനം ചെയ്യും. അന്ന് ബഹുമാനായ മനോജ് മൂത്തേടൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആരോഗ്യ പ്രവർത്തകരുടെ സംഗമം നമ്മുടെ സ്വന്തം ചാലക്കുടിയുടെ MP പ്രിയപ്പെട്ട ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്യും. അന്ന് പാമ്പ് കോർപ്പറേഷൻ്റെ ചെയർമാൻ TK മോഹനൻ മുഖ്യാതിഥിയായി എത്തിച്ചേരുന്നു. യുവജന സംഗമം ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. ആ യുവജന സംഗമത്തിൽ നമ്മുടെ MLA അൻവർ സാദത്താണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. യുവജനക്ഷേമ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ശ്രീ S. സതീഷ് അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇങ്ങനെ എല്ലാ ദിവസവും വിവിധ പരിപാടികൾ വൈകുന്നേരങ്ങളിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പഞ്ചവാദ്യമുണ്ട്, മോഹിനിയാട്ട കച്ചേരിയുണ്ട്, മ്യൂസിക് ബാൻഡുണ്ട്, അതുപോലെ നാടൻ പാട്ട്, കാഞ്ഞൂർ നാട്ടുപെരുമയുടെ നാടൻ പാട്ടുണ്ട്, കൈകൊട്ടിക്കളിയുണ്ട്. അതുകൂടാതെ ജനപ്രതിനിധികളുടെ തന്നെ കലാപരിപാടികളും ഞങ്ങൾ മേളയുടെ ഭാഗമായി ആലോചിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾക്കടക്കം മർദ്ദനം. പറവൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വറക്കിയടക്കമുള്ള നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനം. യൂത്ത് കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രകടനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുവജനങ്ങൾക്ക് കാര്യക്ഷമമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി R. ബിന്ദു. ആലുവ മുട്ടത്തെ SCMSൽ സംഘടിപ്പിച്ച മെഗാ പ്ലേസ്മെന്റ് ഡ്രൈവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓണത്തിന് ഒരു മുറം ചെണ്ടുമല്ലി എന്ന ലക്ഷ്യവുമായി കുറ്റിപ്പുഴ ബദാം നഗർ നിവാസികൾ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കുറ്റിപ്പുഴ പള്ളി വികാരി റവറന്റ് ഫാദർ ജോഷി വേഴപ്പറമ്പിൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണം വിപണന പ്രദർശനമേള സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 9 മുതൽ 14 വരെ അത്താണി അമല തിയേറ്ററിന് സമീപം സംഘടിപ്പിക്കുന്ന മേള മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.